നിങ്ങൾ ഈ 68 വയസ്സിൽ ഈ സ്കൂട്ടറൊക്കെ ഓടിച്ച് എന്താ അഷ്റഫ്ങ്ങളെ കഥ? നിങ്ങൾ യൂത്താ? ജെൻസിയാ? ഞാൻ യൂത്താ. അതെ, ഒരു മനുഷ്യനെ നോക്കി നിങ്ങള് ഈ ഭൂലോകത്ത് നിന്ന് പോകാൻ ആഗ്രഹമില്ല. അതാണ് വയസ്സായാലൊക്കെ സാധാരണയാണ്, പക്ഷെ നമുക്ക് പോകാൻ ആഗ്രഹമില്ല. നമ്മള് സ്റ്റിൽ IFS ജെൻസിയാണ് അല്ലേ? യാത്രകൾ ചെയ്യണം മനുഷ്യരായാൽ. പിന്നെ പോകണം പുറത്തോട്ട്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ കഥകൾ കണ്ട് സ്വപ്നം കണ്ടിരുന്നാൽ പോരാ, പുറത്തോട്ട് പോകണം, ലോകം കാണണം. ലോകം അറ്റ്ലീസ്റ്റ് ഇന്ത്യ. ഡോക്ടർ നിഷ കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് ബൈക്ക് ഓടിച്ചു വരുന്ന ആളാ. നിങ്ങൾ എത്ര വർഷം ഇവിടെ വരുന്നത്? ഞാൻ 6ാമത്തെ വർഷം. 6ാമത്തെ വർഷമാണ് ചേച്ചി ഇവിടെ വരുന്നത്. എവിടുന്നാ വരുന്നത്? ചാലക്കുടിയിൽ നിന്നാണ്. ചേച്ചിയുടെ കൂടെ എപ്പോഴും ട്രൂപ്പ് ഉണ്ടാവും. അല്ല, ചേച്ചിയുടെ എന്താ ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? അപ്പം നാട്ടിലാണ് കേട്ടോ, നാട്ടിലാണുള്ളത്. നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഒരു മാനിയക്ക് പോവുകയാണ്. മാനിയ, അതായത് റൈഡ് മാനിയ. നിങ്ങൾക്കറിയോന്നറിയില്ല, ലോകത്തിലെ ബുള്ളറ്റിൻ്റെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റൈഡിങ് ഫെസ്റ്റിവലാണ്. അതായത് ഗോവയിൽ വെച്ച് എല്ലാ കൊല്ലത്തിലും നടക്കുന്നതാണ്. അറിയുന്നവർക്കറിയാം. അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഈ ട്രിപ്പ്. അതിൽ കുറേ കാഴ്ചകളും കുറേ അതിശയങ്ങളും പറയാനുണ്ട്. ഈ ബുള്ളറ്റ് റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ട് ഇതിൽ എത്ര ഏജുള്ള ആൾക്കാർ വരെ, വയസ്സായ ആൾക്കാർ ഇതിൽ എത്ര ആൾക്കാരുണ്ട്. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്. എത്ര ഏജ് ഉണ്ട് ഞാൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്, ഇവിടുന്ന് ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളിവിടെ വരുമ്പോൾ ഞാൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ റൈഡർ മാനിയയിലേക്ക് 2025 റൈഡർ മാനിയ ഇൻ ഗോവ. വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ IFS അഷ്റഫ് ഭായ്, അതായത് ഞാൻ പറഞ്ഞ സീനിയർ സിറ്റിസൺ, ബൈക്ക് റൈഡർ, ബുള്ളറ്റ് റൈഡർ, കൂടാതെ ഫാഷൻ സീനിയർ ഫാഷനർ, ആളിതാ കാണുന്നു. ഇതാണ് IFS. എന്താ വിശേഷം? നിങ്ങളെ കാത്തിക്കാൻ. എന്തൊക്കെയാണ് ഇന്നത്തെ എന്താ അവസ്ഥ? ഇന്നത്തെ അവസ്ഥ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോവല്ലേ? അടിച്ചു പഠിക്കാൻ പോവല്ലേ? നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. പേര് അഷ്റഫ് എന്നാണ്. 40 വർഷം പ്രവാസിയായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് 10-12 വർഷമായി. 10-12 വർഷത്തിൽ ഞാൻ ഇന്ത്യ ഫുള്ളായിട്ട് ബൈക്കിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. സീനിയർ സിറ്റിസൺസ്, നമ്മുടെ സെലിബ്രേറ്റിംഗ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നമ്മളെ സ്വന്തം ആളാണ് കേട്ടോ. അത് സ്വന്തം ആളാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകെ ബാക്കി കുറേ കഥകൾ, നമ്മളെ ഒരു ട്രിപ്പിൻ്റെ കഥ ഒക്കെ പറയാണ്ട് മക്കളെ. എന്നിട്ട് അശോക, എന്നിട്ട് എന്താണ്? അപ്പൊ കോഴിക്കോടാണ്. കോഴിക്കോടത്തെ ജനിച്ചതും വളർന്നതും കോഴിക്കോട്. 10-40 വർഷം അങ്ങ് മിഡിൽ ഈസ്റ്റില്. ആള് ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയും എൻ്റെ ഇടയിൽ കൂടെ. നിങ്ങൾ കണ്ടിട്ട് നോക്കണ്ട. ഇതൊരു ഭയങ്കര സീരിയസ്, അതായത് 68 വയസ്സ് 70 വയസ്സിട്ട ആൾക്ക് നമ്മുടെ ബുള്ളറ്റ് ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പ് റൈഡറാണ്. എല്ലാ ടീം ഗാങ്ങിലും ഉണ്ടാവും കേട്ടോ അദ്ദേഹം. ഇപ്പം ഈ ബുള്ളറ്റ് നമ്മളെ റൈഡർ മാനിയക്ക് ഇവിടെ വന്നിട്ട് 20 വർഷം കേട്ടോ, 14 വർഷം എല്ലാ കൊല്ലവും പോകുന്ന ആളാട്ടോ. അവിടെ സ്വന്തം എക്സ്പീരിയൻസും ഭയങ്കര ഫേമസുമാണ്. വിദേശ രാജ്യങ്ങളുടെ എല്ലാ കാഴ്ചകളും എല്ലാ സംഗതികളും പിന്തുടരുന്ന നമ്മളെ സമൂഹത്തിന് ഒരു സംഗതി മാത്രം നമ്മൾ തുടരാത്ത സംഗതി കാണിക്കാനുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ അഷ്റഫ് ഖാൻ്റെ കാഴ്ചകളിലൂടെ കാണുന്നത്. അതായത് ഈ വയോധിക കാലഘട്ടത്തിൽ 65 വയസ്സോളായ കാലഘട്ടത്തിലും മറ്റൊന്നും ടെൻഷനുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വകവെക്കാതെ ഒരു യാത്രയായാലും എൻ്റർടൈൻമെൻ്റ് ആയാലും ജനങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി ബുള്ളറ്റ് റൈഡ്. വർഷങ്ങളായിട്ട് നമ്മൾ ഗോവയിൽ നടക്കുന്ന റൈഡർ മാനിയക്ക് എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇതല്ലാതെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ബുള്ളറ്റ് റൈഡിൻ്റെ കൂടെ യാത്ര ചെയ്യുക,
അതേപോലെ ബുള്ളറ്റ് ക്ലബ്ബുകളിൽ സജീവമായിട്ട് എല്ലാവർക്കും സഹായിയായിക്കൊണ്ടും കൂടെ കൂടിക്കൊണ്ടുമുള്ള ഒരു പ്രവർത്തന രീതി, ഒരു എൻ്റർടൈൻമെൻറ്റ് രീതി. എല്ലാത്തിലും ഉപരി ഭയങ്കര രസകരമായ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ഫാഷൻ ഷോ. ഇതിലെ കേരളത്തിലെ സ്റ്റാറാട്ടോ. നമ്മൾ ഇദ്ദേഹം പങ്കെടുത്ത എല്ലാ സ്റ്റേജുകളിലും, അത് കൊച്ചിയിലായിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, എല്ലാ സ്റ്റേജുകളിലും ഇദ്ദേഹം പങ്കെടുത്തോടത്തൊക്കെ ഒരുപാട് കയ്യടികളും എല്ലാവരും അപ്രിസിയേഷൻസും വാങ്ങിയ ഒരു മനുഷ്യനും കൂടിയാണ് നമ്മൾ അഷ്റഫ് ഖാൻ. പിന്നെ കോഴിക്കോട് സിറ്റീൻ്റെ തനതായ ശൈലിയിലുള്ള സേവനങ്ങളും കാര്യങ്ങളും ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടലും കാര്യങ്ങളും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും, എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, സഹായങ്ങളായിക്കോട്ടെ, സ്വന്തം കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നോക്കിയിട്ട് ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്ന 65 വയസ്സിലും ഇന്ന് ഒരു യുവാവിനെ പോലെ എല്ലാ സംഗതികളും ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പം നമ്മളെ ഗോവയിലെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തുമ്പം കാണാം നിങ്ങൾക്ക് ഈ പ്രസൻറ്റിലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, വളരെയധികം അറിയപ്പെടുന്ന, കോഴിക്കോട് സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഇത്തരം എൻ്റർടൈൻമെൻറ്റും ജീവിത രീതിയും നമ്മൾക്ക് എല്ലാ ആൾക്കാർക്കും ഇതുപോലെ വയസ്സായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പകർത്താവുന്നതായതുകൊണ്ടാണ് നമ്മളെ ഈ വീഡിയോയിൽ ഇത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ടവർക്കായിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളുടെ സംഘടനകൾ നടത്തുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇതിനിടെ വയോധികൾക്കുള്ള ഒരു യാത്ര സംഘടിപ്പിച്ചപ്പോൾ നമ്മളെ മേയറോടൊപ്പം തന്നെ ഇദ്ദേഹം ഫുൾ കൈകാര്യം ചെയ്ത് മേയർ അതിനു വേണ്ടി അവാർഡ് പോലും കൊടുത്ത ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അപ്പം ഇത്തരം വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വരും കാലങ്ങളിൽ നമുക്ക് വയസ്സായ ആൾക്കാർ വീടുകളിൽ കുത്തിയിരുന്ന് ബുദ്ധിമുട്ടും വിഷമങ്ങളും പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളും കൂടി ഫോളോ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. വിദേശങ്ങളിലെ കാര്യങ്ങളിൽ പറഞ്ഞാൽ വിദേശികളായ ആൾക്കാർ ഇതുപോലെ അവർ പെൻഷനൊക്കെ ആകുമ്പോൾ പിന്നീട് യാത്രകളും ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്തിട്ടാണ് അവരെ ശിഷ്ടകാലങ്ങൾ അവർ ഉഷാറായിട്ട് ജീവിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ കോഴിക്കോട് ഇപ്പം പല ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റുള്ളവരായാലും നമ്മളെ മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിത രീതി, നല്ല കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇദ്ദേഹത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നതും എനിക്കൊരു അനുഭവത്തിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ റൈഡർ മാനിയക്കുള്ള കാഴ്ചകളും കൂടിയാണ് നമ്മൾ ഈ ഗോവ ട്രിപ്പിനോടൊപ്പം റൈഡർ മാനിയോടൊപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാർട്ട്നെസ്, ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ. ഗോവയിൽ ഇദ്ദേഹത്തിന് അറിയാത്ത ആൾക്കാരില്ല. അത്ര പരിചയങ്ങളും ബന്ധങ്ങളും എല്ലാ സ്ഥലങ്ങളിലും സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഗോവയിലെ ഇദ്ദേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ കാഴ്ചകൾ കൂടി കാണാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ടീം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ച മനുഷ്യനാണ് ആൽവിൻ തോമസ്. വീട് ശരിക്കും ജഡ്ജിമുക്ക് തൃക്കാക്കര. പിന്നെ ഇതില് മെന്റൽ ഏജ് ഏറ്റവും കുറവ് എനിക്കായിരിക്കും. ക്രോണോളജിക്കൽ ഏജ് 37 വയസ്സായി. അത് വഴിയാ കാണാം. ഇപ്പൊ തന്നെ ആളെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഇല്ലേ? നിങ്ങളെ ഇൻട്രൊഡ്യൂസ് നടന്നില്ല കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് ബിജേഷ്. ഞാൻ കോഴിക്കോട് കുറ്റിയാടിയാണ്. അതെ, ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് മുടക്കാതെ റോയൽ എൻഫീൽഡ് റൈഡർ മാനിയൊക്കെ പോകുന്ന സ്വന്തം ആളാണ് കേട്ടോ. അപ്പൊ മനസ്സിലായില്ല ഞാൻ ആരൊക്കെ കൂടെ പോകുന്നതെന്ന്. ഇതാ അടുത്ത ഒരാള് ഇൻട്രൊഡ്യൂസ്. നിങ്ങൾ വരുന്നില്ല? ആണോ? അത് ശരി. അമ്മ വരുന്നുണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ. നമുക്ക് അമ്മനെയും കൊണ്ടിട്ടാണ് പോകാനുള്ളത്. 3 ദിവസം അമ്മന്റെ കൂടെ കേട്ടോ. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളിന്നാല്. എന്റെ പേര് ആൻസി. ആരെ വൈഫാണെന്നൊക്കെ പറഞ്ഞോളി. ആൽബിന്റെ വൈഫാണ്. 2023 ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത്തവണ വരാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളോടെ വരാൻ പറ്റും. അതുകൊണ്ട് അമ്മേനാണ് ഇത്തവണ. പക്ഷെ ഭയങ്കര സങ്കടം ഉണ്ടല്ലേ വരാൻ പറ്റാത്തതിൽ? കണ്ടോ സങ്കടം. 2026 എന്ന ദിവസം ഉണ്ടെങ്കിൽ വന്നിരിക്കും. ഇതാ അടുത്ത ആള് നമ്മളെ ഈ പറഞ്ഞ ആസാമിന്റെ ഗ്രൂപ്പുകാരനെ കേട്ടോ. എത്ര നീട്ടുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയുണ്ട് ആള്? ഇതാണ് ടീം കേട്ടോ. അവിടെ പോയി വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെയൊക്കെ ആവാൻ സാധ്യത. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്റെ പേര് ബിജോയ്. ബിജോയ് കുറ്റിക്കാട്ടൂരാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ എവിടെയാണ്? ഞാൻ നല്ലളത്തിൽ. നിങ്ങൾ ഇതിന് എല്ലാ വർഷവും പോകാറുണ്ട്? എല്ലാ വർഷവും വേണ്ടി ഇതുവരെ നടന്ന എല്ലാ ഇവന്റും പോയി. കണ്ടോ, ഇതാണ് ആൾക്കാർ. നിങ്ങളൊക്കെ പൊരേ കുത്തിരുന്നോളി, എല്ലാരും വീട്ടിൽ കുത്തിരുന്നോളി. ഇതുപോലെ ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു പുറത്തേക്കുള്ളതിനേക്കാൾ വളർച്ച അകത്തേക്കുണ്ടെന്ന് വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, നമുക്കില്ലേ ഇവിടെ ഇത് കാണുന്ന ആൾക്കാർ, വീട്ടിൽ കുത്തിരുന്ന് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ? എല്ലാ വർഷവും പോയ ആൾക്കാർ ഇതാ ഇതേപോലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ വീട്ടിൽ കുത്തിരുന്നിട്ട് എന്ത് കാര്യല്ലേ? ഇതൊന്നും കാണാതെ വർഷത്തില് കാണാതെ മാത്രമല്ല, നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. നമ്മളുടെ ബിസി ലൈഫ് ടൈമിൽ ഒരു ബ്രേക്ക് എടുക്കുക, അല്ല ഇങ്ങനെ കുറെ ഫ്രണ്ട്സിനൊക്കെ, അതായത് ഓൾ ഇന്ത്യ മാത്രമല്ല വിദേശത്തുനിന്നും പലരും വരുന്നുണ്ട്. അതാണ്. അപ്പൊ കാണാൻ പോകുന്ന പൂരം നമ്മളിപ്പൊ പറഞ്ഞറിയിക്കണ്ട, നമുക്ക് നേരിട്ട് കാണിക്കാം അല്ലേ?
കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മൾ ട്രെയിൻ വരാൻ പോകട്ടോ. ഇതാ ഏകദേശം 2 minutes. ഇനി നമ്മൾ കാണാൻ പോകുന്നതൊക്കെ ട്രെയിനത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ നേരം വെളുത്തിട്ടോ. ശരിക്ക് 9-10 മണിക്കൂർ നേരത്തെ യാത്ര, പക്ഷെ 12 മണിക്കൂറായി, 2 മണിക്കൂർ ലേറ്റായി. നമ്മൾ മോർണിംഗ് ആയിട്ട് ഏർലി മോർണിംഗ്. അപ്പോൾ നമ്മളിനി നമ്മളെ സ്റ്റേഷൻ, ഇനി അടുത്ത സ്റ്റേഷനാണ് നമ്മളെ സ്റ്റേഷൻ എത്തുന്നത്. മഡ്ഗോവ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. IFS ഇതാ ഇറങ്ങിയിരിക്കുന്നു. ടീമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് വേറൊരു ജവാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് കേട്ടോ. IFS ഇൻട്രൊഡ്യൂസ് ചെയ്യും, പറഞ്ഞോളി. ഇതാണ് പ്രദീപ്, മാനന്തവാടിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് റെഗുലറായിട്ട് ഗോവയിൽ വരുന്നതാണ്. ഗോവയിൽ വരികയാണോ അല്ലെങ്കിൽ അല്ലാതെ റൈഡർമാനിക്ക് വേണ്ടി വരുന്നതാണ്. ഗോവയിൽ വരിക എന്ന് പറഞ്ഞിട്ട് സ്ഥിരം വരുന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥം അല്ലേ? നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ ഈ റൈഡർ മാനിയയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നിങ്ങളുള്ള ആൾക്കാരാണ്. ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ പറഞ്ഞോളി. എന്താണ് റൈഡർ മാനിയ? ഞങ്ങൾ റൈഡർ മാനിയ 2012 തുടങ്ങിയതാണ്. അപ്പോൾ 2012 മുതൽ ഞങ്ങൾ ഇന്ന് 2025 വരെ എല്ലാ വർഷവും വരുന്നുണ്ട്. 2 വർഷം മാത്രം കൊറോണയ്ക്ക് ഇല്ലാണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യം ഞങ്ങൾ വരുന്നുണ്ട്. എന്താണ് റൈഡർ മാനിയ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എല്ലാ പ്രാവശ്യം വരുന്നത്? വരാൻ കാരണങ്ങളിൽ ഈ ബൈക്കിനോടുള്ള ക്രൈസാണ്, റോയൽ എൻഫീൽഡിനോട്. അതാണ് ഇവിടെ റോയൽ എൻഫീൽഡിന്റെ ഉത്സവമാണ് ആയിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ഒരു ഫെസ്റ്റിവൽ ആയിട്ടല്ലേ ഇപ്പൊ കഴിയുന്നില്ലേ? തീർച്ചയായും ഇന്റർനാഷണൽ പുറം രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഒക്കെ നമ്മൾ കാണാൻ പോകുന്നില്ലേ? അതെ, കാണാൻ പോകുന്ന പൂരം മൈസൂർ യുദ്ധം കാണാൻ പോകുന്നേ ഉള്ളൂ. അതെ. എങ്ങനെയുണ്ട് നമ്മളെ കഥാപാത്രം എങ്ങനെയുണ്ട്? ഇതാണ് ആള്. ഈ ആളായതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇല്ലേ ഞാൻ വരില്ലായി വരും, ആദ്യമായിട്ട് വരുവാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ? അങ്ങനെ നമ്മള് രജിസ്ട്രേഷന് വരും കേട്ടോ. രജിസ്ട്രേഷൻ 2025. പല ടൈപ്പിൽ പല യൂണിഫോമിലാണ് ആൾക്കാരുള്ളത്. ഇതാണ്ടോ ഇത്രയും വലിയ കൗണ്ടേഴ്സ് കേട്ടോ. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൗണ്ടേഴ്സ് ക്യൂവിലാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ സ്കാനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവൻ്റെ ടിക്കറ്റ് നമുക്കൊരു സ്കാനിലാണ് കിട്ടുക. സ്കാനിങ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. സ്കാൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇവൻറ്റിൻ്റെ ഡ്രസ് കോഡ് എല്ലാം കിട്ടും കേട്ടോ. ഇവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്, ഇതിൻ്റെ സെലക്ഷനിലാണ്. Give me green. Yeah, L. Green, yeah. Okay. Okay. This one? To purchase anything, you have to recharge this card and it is valid only for 3 days. Okay. And this brand is to enter inside. Okay. And this one? Catalog. Yeah, it is about the event. Okay. Thank you very much. അതാ നമ്മളെ ബാഗ് വന്നിട്ടുണ്ട്. So this is the gift. There will be 1 t-shirt, 1 mug and 1 sticker. 1 t-shirt? 1 mug and 1 sticker. Okay. ഒരു മഗ്ഗൊക്കെ ഉണ്ട്. ഞാൻ വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവൻറ്റിൻ്റെ എല്ലാം നമ്മൾ എൻട്രി ആയി കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ പൊസിഷൻ. എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കാണ്. ഇവിടെ ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ. ഫുൾ റഷ് ആയിരിക്കും. ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ ടാഗ് കിട്ടി, എല്ലാം കിട്ടി. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ്. ഈ ബാഗൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. എൻട്രിയിൽ കിട്ടുന്നതാണ്. ഹായ്. ഇപ്പം നമ്മൾ ഇവൻറ്റിന് എത്തിയിരിക്കുകയാണ്. ഇന്ന് മുതൽ 3 ദിവസത്തെ ഫുള്ള് സംഗതികളുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കട്ടോ. ആക്ച്വലി ഇതൊരു പ്ലെയിൻ സ്ഥലത്ത് ഇവർ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ, ബോക്സ് ഓഫീസ്. അപ്പോൾ എന്താ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അപ്പോൾ നമ്മൾ എൻട്രി ആയി കഴിഞ്ഞു. നമ്മളിവിടെ എൻട്രി ആയി കഴിഞ്ഞു. എൻട്രി ആയില്ല, ഇനി നമുക്ക്
നമ്മുടെ എൻട്രിക്കുള്ള ഐറ്റംസ് എല്ലാം കിട്ടി കഴിഞ്ഞു. അതെ, എല്ലാം കിട്ടി. ഇനി 3 ദിവസം ബ്ലാസ്റ്റിംഗ്. അതെ, അതാണ് ഇതിന്റെ പരിപാടികൾ. ഇനിയിപ്പോൾ ഓരോ പരിപാടികളും നമുക്ക് കാണാം. വലിയൊരു ലോകം തന്നെ കേട്ടോ. 10,000-കണക്കിന് ആൾക്കാർ വേൾഡ് കേട്ടോ, ഓൾ ഓവർ ദ വേൾഡ്. റോയൽ എൻഫീൽഡിന്റെ ബോർഡൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു അടിച്ചുപൊളി കാഴ്ചകളിലേക്കാണ്. 3 ദിവസം കേട്ടോ, 3 ദിവസമാണ് ഉണ്ടാവുക ഫംഗ്ഷൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ എൻട്രി വേഗം ചെയ്തതാണ്, കാരണം ഭയങ്കര റഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എൻട്രി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ എൻട്രി കഴിച്ചു. ഇനി നമ്മൾ റൂമിലൊക്കെ ഒന്ന് പോയി റെഡി ആയിട്ട് വേണം നമ്മൾ വരാൻ. നമ്മൾ ഒരു ബൈക്ക് ഇവിടെ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ആ ബൈക്കിലാട്ടോ വന്നത്. ഈ ബൈക്കാണ് നമ്മൾ റെൻറ്റിന് എടുത്തത്. അങ്ങനെ അടിച്ചുപൊളി സ്റ്റാർട്ടാകുകയാണ് എല്ലാം വെച്ചിട്ട്. ഇവിടെ ലോകം തന്നെ ആയിരിക്കും നമുക്ക് കാണാനുള്ളത്. അങ്ങനെ നമ്മൾ യാത്രയിലേക്കാട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഈ ഡ്രസ് കോഡ്? ഈ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രെൻഡാണ്. ഇത് നമ്മളെ കേരളത്തിൽ ചെയ്യാന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇപ്പം നമ്മൾ IFS, നമ്മൾ അഷ്റഫ് ക ഇവിടെ എന്താണ് ഇവിടുത്തെ ബന്ധം, 13 കൊല്ലത്തെ ബന്ധം നമ്മൾ കാണിക്കാൻ പോകട്ടോ. അഷ്റഫ് ക എന്താണ് നമ്മൾ കഴിഞ്ഞ 13 വർഷമായിട്ട് താമസിക്കുന്നതാണ് സോളൻ ഗസ്റ്റ് ഹൗസ്. ഓക്കെ, നമ്മൾ 2013 യുണീക് ജനറൽ സ്റ്റോഴ്സ്. ഓക്കെ, നിങ്ങള് ബൈക്ക് വേറൊന്നുണ്ട്, നിങ്ങളെ ടീഷർട്ട് ഭയങ്കര സംഭവമാണല്ലോ. നിങ്ങളെ ബോഡി എന്താ കഥ. താങ്ക് യു. ഓക്കെ ഡിയർ, ഓൾറെഡി പറയൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിവിടെ റൈഡർമാനിലേക്ക് വന്ന്. നിങ്ങൾ 10 വർഷമായി? 10 വർഷമായിട്ട്. From Goa. He is the one helping us all through bikes anytime. This is Alvin. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു അല്ലേ? ഇതിലൊരു പ്രത്യേകത എവിടെ അറിയോ? ഞാൻ ഈ എപ്പിസോഡിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. IFS, മൈ ക്ലോസ് ഫ്രണ്ട് അഷ്റഫ് ക 68 വയസ്സിലാണ് ഈ റൈഡിങ്ങിന് വീണ്ടും വരുന്നത്. എത്ര വർഷമായിട്ടുള്ളത്? ഞാൻ റൈഡ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇവരാണ്. പറഞ്ഞോടിക്ക്, എല്ലാവർക്കും പറഞ്ഞോടിക്ക്. എന്റെ ബാക്ക് ബോർഡ് ഇവരാ. അതെ, ഇവരില്ലെങ്കിൽ ഞാനില്ല. ഇല്ല. എന്താ കാര്യം ഇവിടെ ഒട്ടിച്ചതിന്റെ കാര്യം എന്താ? ബുള്ളറ്റ് ക്ലബ് നമ്മൾ കഴിഞ്ഞ 13 വർഷമായി. ഇപ്പോൾ നമ്മളെ മെമ്പേഴ്സ് വേറെ റൈഡിന് പോകുന്നതുകൊണ്ട് അവർക്ക് ഈ റൈഡിൽ വരാൻ പറ്റില്ല. കളിക്കൽ ബുള്ളറ്റ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വൈബാണ്. അങ്ങനെ നമ്മൾ മെയിൻ സ്റ്റേജിലേക്ക് എത്തിട്ടോ. മെയിൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. റോയൽ എൻഫീൽഡ് കണ്ടില്ലേ? മെയിൻ സ്റ്റേജിലാട്ടോ കാഴ്ചകള്. ഇവിടേക്ക് ഓരോരുത്തരും ഇന്ത്യ മഹാരാജ്യവും ലോകത്ത് നിന്ന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കാട്ടോ. ഈ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ എത്തിയത്. ഇനി ഭയങ്കര വൈബായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് തുടർന്ന് കാണിക്കുന്നതാണ്. ഒരു രക്ഷയില്ല കാര്യത്തിന്. റോയൽ എൻഫീൽഡിന്റെ ടീഷർട്ട് അല്ല, മധുര ടീഷർട്ട്. രാത്രി അടിച്ചു കുടിക്കുക. രാത്രി കുറേ ഗ്രൂപ്പുകൾ വരും. പല ടൈപ്പ് ഗ്രൂപ്പും പല ഭാഗത്തുള്ള ആളുകളും അവിടെ വേണം. ഡോക്ടർ നിഷ കഴിഞ്ഞ 15 വർഷമായിട്ട്
കേരളത്തിൽ നിന്ന് ബൈക്ക് ഓടിച്ച് വരുന്ന ആളാ. ആണോ? ആ, ബാക്കി അവള് പറയും. നിഷ പറയൂ. ഞാൻ ഇപ്പോൾ 2017 ഇരുന്നിട്ട് ഭയങ്കര സന്തോഷം. ഇവിടെ വരുമ്പോൾ കുറേ സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും എല്ലാം മാറി. ഒരു റൈഡർ എന്ന നിലയ്ക്കുള്ള കംഫർട്ട് എന്താ? 28 പാസ് അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്പൊ അതിനകത്ത് ഞങ്ങൾ 20 പേര് മലയാളികൾ പോയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. രാത്രിയിൽ ഫുള്ള് വൈബായിരിക്കും. No bending your wrist. You cannot bend your wrist. Sarat, no bending wrist. First warning. First warning. This is the finals. In 3, 2, 1, go. Come on, gents. Sahil is the winner. ഇതാണ് നമ്മൾ അവിടെയൊക്കെ ഇതിലേക്ക് പോകേണ്ടി വഴി നമ്മൾ താമസിക്കുന്നിടത്തു താമസിക്കുന്നു. തമ്പിലേക്ക്, തമ്പ് എന്ന് പറയും. അതെ അതെ അതെ. നിങ്ങൾ ഈ 68 വയസ്സിൽ ഈ സ്കൂട്ടറൊക്കെ ഓടിച്ച് എന്താ അശ്രഫങ്ങളെ കഥ? നിങ്ങൾ യൂത്താ? ഞാൻ ജെൻസിയാ? ഞാൻ യൂത്താ. അതെ. ഒരു മനുഷ്യനെ നോക്കി നിങ്ങള് ഈ ഭൂലോകത്തുനിന്ന് പോകാൻ ആഗ്രഹമില്ല. അതാണ്. വയസ്സായാലൊക്കെ സാധാരണയാണ്, പക്ഷെ നമുക്ക് പോകാൻ ആഗ്രഹമില്ല. നമ്മൾ സ്റ്റിൽ IFS ജെൻസിയാണ് അല്ലേ? യാത്രകൾ ചെയ്യണം മനുഷ്യരായാൽ. പിന്നെ പോകണം പുറത്തോട്ട്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ കഥകൾ കണ്ട് സ്വപ്നം കണ്ടിരുന്നാൽ പോരാ, പുറത്തോട്ട് പോകണം. ലോകം കാണണം. ലോകം അറ്റ്ലീസ്റ്റ് ഇന്ത്യ കാണണം. ഇന്ത്യയുടെ പല ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കണം. കേരളം, ഇന്ത്യ എന്താണെന്നുള്ള അറിയണം. Where are you guys from? Pune. Okay, nice to meet you all. I am from Kerala, Kozhikode. Kozhikode, yeah. आप लोग कब से आ रहे हैं यहाँ? 7 साल से. हम तो since 2013 आ रहे हैं. हम लोग का बाकी ग्रुप है यहाँ. ओके. नाइस टू मीट यू. तो हम लोग रहेंगे ना अभी 3 दिन है, फिर मिलेंगे फिर साथ. ओके, थैंक यू. टेक केयर. मलयाली है. ओके, थैंक यू. Are you Malayali? Thank you. Your name? Thank you. Okay, saying no plastic. No. Malayali? Sure. നാട്? Thank you. തൃശ്ശൂർ. ആ, കോട്ടയവും തൃശ്ശൂരുകാരനാണ്. ഇപ്പം പൂനെ പോയിട്ട് സെറ്റിലായി. ഇപ്പം മലയാളം കറക്റ്റ് പറയോ? ഇച്ചിരിയൊക്കെ പറയുന്ന അവസ്ഥ. ഓക്കെ, ടേക്ക് കെയർ ബ്രദർ. More guys coming over there. അതെ സെയിം ആണല്ലോ, സെയിം ക്ലബ് ആണല്ലോ. Malayalis? Thank you. They're from Pune, right? Okay, nice to meet you guys. We are from Kerala, Kozhikode. Okay, nice to meet you all. Okay, so when you are, how long you are coming, joining this? I'm coming here from 2017. 2007, yeah, they said the same. Yes. I'm here from 2013. Oh my God. Okay, Legend. nice to meet Old you. man, old and you man. will be here. Okay, So nice this to one meet you. came Okay. from Hampi. Okay, good. Good, okay, take care. God bless you. She also, Okay, you also bye-bye. rider? She also rider? No, she's just a pillion. Yeah, pillion. Okay. Then Thank you. welcome ridership. Okay. ഡോക്ടർ നിഷ കാടുകൾ തേറി ആദിവാസികൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റും മരുന്നും കൊടുക്കുന്ന ഡോക്ടർ നിഷ. ഇത് അവരുടെ സഹോദരങ്ങളും സഹോദരികളുമാണ് അല്ലേ? നിങ്ങളൊന്ന് നീ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇതാ ഷറഫിക്ക. ആദ്യം ഇത് പറഞ്ഞുതരാം. കോഴിക്കോട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മൂപ്പരെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം കോഴിക്കോടത്തെ ഞങ്ങളുടെ മെയിൻ ആണ്. അല്ല, ജീവകാരുണ്യം. ഞാൻ സോഷ്യൽ വർക്കറാണ്. ഓക്കെ.
നിങ്ങൾ ബൈ സ്റ്റാൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ നമ്മൾ 30 ഗ്രൂപ്പ് ഉണ്ട് കോഴിക്കോട്. ഓക്കെ, എനി ടൈം നമ്പർ give the number. Okay, nice to meet you. Okay, Sangeeta, Ram. Okay, thank you. And this is Mr. Iqbal. He have his own research wellness center in Kozhikode. താങ്ക് യു വെരി മച്ച്. ഓക്കെ, കോഴിക്കോടിലെ എറിഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വെൽനസ് സെൻ്റർ ഉള്ളത്. അപ്പോൾ കോഴിക്കോട് വന്നാൽ വരാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു, നൈസ് ടു മീറ്റ് യു ഗൈസ് ആൻഡ് സീ യു അനദർ 2 days വിൽ ബി ദർ. ഓക്കെ ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. ഓക്കെടാ. അങ്ങനെ അഷ്റഫ് ഖാൻ്റെ ടീമിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാട്ടോ. ഫുള്ള് എത്ര വർഷത്തെ ബന്ധമാണ്, 13 വർഷത്തെ ബന്ധങ്ങളുള്ള ഒരേ ആൾക്കാരാണ്. ഇതിൽ നിന്ന് മിസ്സിങ് ആയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്നറിയോ, ഒരു നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്റഫ് ഖാക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ആരോ 2 ആൾക്കാർ മിസ്സായി. കുറേ നേരം കരഞ്ഞു, വിഷമായി ഒക്കെ ആയി. കാരണം കഴിഞ്ഞ ട്രിപ്പിൽ വന്ന ആൾക്കാർ മരിച്ചുപോയി. അപ്പൊ ഈ ഇയറിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുക കാര്യങ്ങളൊക്കെ. അഷ്റഫ് ഖാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫോട്ടോ അഷ്റഫ് ഖാന്റെ എടുക്കണോ? അഷ്റഫ് ഖാക്ക് പോലും അറിയില്ല. അഷ്റഫ് ഖാൻ ഇവിടുത്തെ സ്റ്റാർ അല്ലേ, പിന്നെ ഫോട്ടോ ഇല്ലാണ്ടോ. I'm Ashraf from Kerala, Kozhikode. Prasanna, nice to meet you all. Okay, how long you been coming Redamania? 8 years. Please, join. 8 years. Okay. What you want to know? Talk about Redamania. कुछ बोलो ना, Redamania का तरफ से कुछ बोलो. ഏതാളെ കണ്ടാലും About Redamania, no? कुछ भी बोलो, क्या है आपका एक्सपीरियंस? ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. वाह, आप फर्स्ट टाइम. अच्छा, okay, thank you. अच्छा. अच्छा, आप लीडर है. ओके, आप कब से? थैंक यू यार. श्योर. थैंक यू. അതെ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ വയനാട്. നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടോ? ഞങ്ങൾ 10 പേര്. എവിടെ എല്ലാവരും? ഞങ്ങൾ 3-4 പേരൊക്കെ ഉണ്ട്. ഓക്കെ. 2 ദിവസം കൂടെ ഉണ്ടാവില്ല. എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട്. ആരോട്? നമ്മളെ കളിക്കൽ ബുള്ളറ്റ് ക്ലബ്. അത് തന്നെ. കഴിഞ്ഞ വർഷം പക്ഷെ നമ്മുടെ ടീം ആരും ഇല്ല. 2-3 കുറച്ചാൾ അവിടെ ഇവിടെയൊക്കെയാണ്. ആയിക്കോട്ടെ, വയനാട്ടിൽ എവിടെയാ? മാനന്തവാടി. നമ്മളെ ഇവന്റെ പ്രദീപിന്റെ ടീമാണോ? അല്ലല്ല, പ്രതിഭല്ല. അങ്ങനെ പ്രദീപിന്റെ ടീമുണ്ടല്ലോ ഇവിടെ, ക്ലാസിക് റൈഡേഴ്സ്. നമ്മുടെ മറ്റേ ക്ലാസിക്കിലെ कहाँ से हैं आप? From Pune, sir. From Pune. Nice to meet you all. अब तो कब से आ रहे हैं यहाँ? काफी सालों से नहीं? 6-7 साल 6 साल से. हम 2013 से आ रहे हैं हर साल. हाँ, लेकिन 13 में मेरे को दाढ़ी नहीं था. दाढ़ी तो 6 साल से हुआ. आप कहाँ से आए हो? कालीकट से, केरला, कोझिकोड. आपका ग्रुप है? ओके. थैंक यू. नाइस टू मीट यू. थैंक यू. Nice to meet you. अशरफ. ग्रुप का नाम है कालीकट बुलेट क्लब. आप लोग? पूना. अगेन पूना का बहुत ग्रुप है ना? महाराष्ट्र का. हम लोग कालीकट से केरला. आप कब से आ रहे हैं यहाँ? कल रात को है. नहीं, वो नहीं. अभी कितना साल? 2019 से इधर ही. 2019 से. मैं 2013 से आ रहा है. अच्छा. केरला कोझिकोड. कालीकट बुलेट क्लब. थैंक यू. नाइस टू मीट यू ऑल. थैंक यू. റൈഡർമാരെയ പൊളിയാ. ഈ പ്രാവശ്യം മോശമല്ല. നിങ്ങൾ എത്ര വർഷം ഇവിടെ വരുന്നത്? ഞാൻ 6ാമത്തെ വർഷം. 6ാമത്തെ വർഷമാണ് ചേച്ചി ഇവിടെ വരുന്നത്. എവിടുന്നാ വരുന്നത്? ഞാൻ ചാലക്കുടി നിന്നാണ്. ചേച്ചിയുടെ കൂടെ എപ്പോഴും ട്രൂപ്പ് ഉണ്ടാവും. അല്ല, ചേച്ചിയുടെ എന്താ
എന്താണ് അപ്പച്ചാ? റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് മാഡം എന്ന് വിളിച്ചു, ചേച്ചി എന്ന് ഏറ്റവും വിളിക്കും. better voice എന്റെ മോളുടെ എന്താ അറിയോ? പ്രായമുള്ളൂ കേട്ടോ. ഫ്രണ്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇഷ്യൂ ഇല്ല. ഫ്രണ്ട് എന്ന് വിളിക്കാത്തോണ്ടായി അത്രേ ഉള്ളൂ. ജോഷി എന്നാണ് പേര്. അഷറഫ് ഫസ്റ്റ് ടൈം ആണോ ഇല്ല ഇതിന്റെ മുന്നത്തെ ട്രിപ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മള് അപ്പൊ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതേ ട്രിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതെ ഇവര് എല്ലാ വർഷവും വരുന്നതാണ്. വലിയ ട്രൂപ്പാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. UMCP play. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ അഷറഫ് പറയും, ഇതൊക്കെ എന്തൊക്കെ ഇതെന്താ? ഇത് ഫുഡിന്റെ ആ എന്താ നടക്കുന്നത്? ഗ്രിൽ ചിക്കൻ ഇതൊക്കെ അവിടെ കിട്ടുട്ടോ. ഇങ്ങനൊക്കെ ഇവിടെ കിട്ടും. അഷറഫ്ക്ക് ഒറ്റക്ക് പറയാൻ ധൈര്യമില്ലായിട്ട് ഞാൻ കൂടി പറയാം, അല്ലെങ്കിൽ അടിപൊളി ക്യാമറ എടുക്കായിരുന്നു. ഇതല്ലേ നിങ്ങൾ ഇവിടെ ഫുള്ള് സംഭവമാണ്. കണ്ടില്ലേ ആൾക്കാരിങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഹഗ്ഗിങ് ആണ്. ആയിട്ടില്ല അവിടെ. അഷറഫ്ക്ക് എന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയില്ല എന്നാണ്. എല്ലാം ആയിട്ടില്ല. ആൾക്കാർ ആയിട്ടില്ല, ഇനി കുറെ ആളുകൾ വരാനുണ്ട്. അതാ ഞാൻ പറയുന്നത്. അത് നമുക്ക് ഇനിയും സമയമില്ലേ, നമുക്ക് എടുക്കാന്ന്. नमस्कार, आप लोग कहाँ से? मैं मुंबई से। हम लोग मुंबई महाराष्ट्र। ओए मुंबई महाराष्ट्र है, गुजराती हूँ, जो भी है इंडियन है। हम लोग सब इंडियन है। वी आर इंडियंस। ओके, वेर एवर वी आर। हम लोग जैसा मैं रखा था, लेकिन मेरी माँ बोली कि तुम बाबा जी वो लागे थे, वो एक साधु फकीर दाढ़ी थी। अच्छा निकाल दिया। मेरी बीबी भी बोलती थी। मैं तो 2013 से यहाँ आ रहा है। मैं जब भी 2013 से जब भी आया था तभी दाढ़ी नहीं था। अभी ये तो 5 साल से लगाया हुआ है। 5 साल का दाढ़ी है ये। दाढ़ी है, बाल भी है। हम केरला से है, कलिकट से है, और बाकी सब आपका ग्रुप है यहाँ? हमारी RID क्लब हाँ, लोगो है। अच्छा। ओके, तो अभी 2 दिन हम लोग रहे यार, हम लोग का ग्रुप का साथ एक वीडियो लेंगे, ठीक है? थैंक यू वेरी मच, थैंक यू. റൂമിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഇവിടെ എൻട്രി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ വൈബാണ്. കേട്ടോ. ഇനി വരാൻ പോകുന്നത് വൈകുന്നേരത്തെ വൈബാണ്. അടിപൊളി വൈബാണ്. അടുത്ത എപ്പിസോഡ് വരാൻ പോകുന്നത്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ജഗ പോകാണ്. IFSന്റെ നടത്തം തന്നെ കണ്ടെങ്കില് ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിന്നാലെ ഓടിയിട്ട് എത്താൻ പറ്റുന്നില്ല എനിക്ക് അടുത്തേക്ക്. അറിയോ നിങ്ങള് ആ പോക്ക് കണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മളെ റൈഡർ മാനിയ 13 വർഷമായിട്ട് ഫുൾ എവറി ഇയറിൽ കൈകാര്യം ചെയ്യുന്ന നമ്മളെ അഷറഫ് ഖാന്റെ എക്സ്പീരിയൻസിന്റെ കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷാണ്. എല്ലാ ആൾക്കാരും ഇവിടത്തെ എല്ലാ ആൾക്കാരും അഷറഫ് ഖാക്ക് അറിയാം. എവിടെ പോയാലും അഷറഫ് ഖാക്ക് അറിയാത്ത ആൾക്കാർ ഇവിടെ ഇല്ല. കണ്ടില്ല നിങ്ങള് ഫുൾ ആൾക്കാർ എവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും പരിചയമുള്ള ആൾക്കാരാണ് അഷറഫ് ഖാന്റെ. ഇതാണ് ഞാൻ പറഞ്ഞ IFS. ഇതാണ് ഞാൻ പറഞ്ഞ അഷ്റഫ് മാത്തോട്ടം കോഴിക്കോട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളെ പരിചയപ്പെട്ട മുതൽ നിങ്ങൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാഴ്ച കാണിച്ചത്. ആദ്യത്തെ എക്സ്പ്ലോർ എക്സ്പ്ലോർ IFS അത് കാണിച്ചിട്ട് ജീവിതത്തിന്റെ IFSനെ നമ്മൾ കാണിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡ് വരും വരെ താങ്ക് യു. ഫ്രം ഗോവ. ബൈ.